ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കണേ. അതിന് വേണ്ടി ഒരു തേങ്ങയുടെ ഒരു പകുതി ഭാഗത്തിന് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് കത്തി വെന്തതിന് ശേഷം നമ്മൾ നല്ല മണവും രുചിയോടുകൂടുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അടുപ്പിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇന്ന് സ്റ്റവിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നമ്മളെ തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിരട്ടയൊക്കെ കുറച്ചിങ്ങനെ ഒന്ന് കരിഞ്ഞ് വന്നിട്ടുള്ളൂ. ഇങ്ങനെ നല്ല വറവ് മണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല തേങ്ങയൊന്നും. അതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചമുളകും ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മണവും രുചിയും ഒക്കെ കൂടി വരാൻ വേണ്ടി നമ്മൾ ഒന്ന് ചുട്ടെടുക്കുകയാണ്. നമ്മൾ തീയടുപ്പിലാണെങ്കിലും ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് ചെറിയ പീസാക്കി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മാങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. മാങ്ങയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ്. അപ്പോൾ അത് നല്ല മണമുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ചുട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മണമുള്ള മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ചമ്മന്തിക്കുള്ള ആ പരുവത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അടിപൊളിയായിട്ടൊരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഉലുവയൊക്കെ പാകമായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും പൊട്ടിയതിന് ശേഷം കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നന്നായി കത്തൽ കുറക്കണം കേട്ടോ. തീ നന്നായി കുറച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതൊക്കെ ആയതിനു ശേഷം നമ്മളെ മോരൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മോര് കറിയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. എല്ലാ ദിവസവും എന്താ പറയുക മീൻകറിയും അതുപോലെയൊക്കെ ഉണ്ടാക്കണ ആ സമയത്ത് നമുക്ക് ഒരു ദിവസമെങ്കിലും മോര് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മോര് കാച്ചുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിയും ഒന്ന് ചട്ടിയിൽ മൂപ്പിച്ചെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ആയതിനു ശേഷം കുറച്ച് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതൊന്നും കാണിക്കണില്ല. അത് പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് മതി നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനല്ലേ. ക്യാബേജൊക്കെ കടുക് പൊട്ടിച്ച് പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന് ശേഷം ഞാൻ 2 മുട്ട എടുത്ത് ഓംലേറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടി വലിയൊരു സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ശരിയാക്കി എടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകില്ലേ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളെ ഓംലേറ്റ് ഒക്കെ ശരിയായിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടൊരു ഊണ് ശരിയായിട്ടുണ്ട്. മാങ്ങാ ചമ്മന്തിയും അച്ചാറും ക്യാബേജ് ഉപ്പേരി ഓംലേറ്റ്. അതുപോലെ രാവിലെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഗ്രീൻ പീസിൻ്റെ അതൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഉപ്പേരി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൂടെ എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.